മമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും വളരെ നന്നായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഇവിടെ പതിവ് പോലെ വളരെ നന്നായി തന്നെ പോകുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇൻട്രോയിൽ മൊമ്മ ഇല്ല എന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. മൊമ്മ അവിടെ പതിവ് പോലെ കിച്ചണിൽ എന്തൊക്കെയോ പുതിയ പുതിയ പരീക്ഷണങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വിഭവങ്ങളായിട്ട് നിങ്ങൾക്ക് കാണണ്ടേ വീഡിയോയിൽ. അപ്പോൾ ഓരോരോ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് കിച്ചണിലാണ്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഇൻട്രോ പറയാം എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. പക്ഷെ എന്നാൽ ചില ചേരുവകളൊക്കെ മാറ്റി ഒന്ന് ചെയ്യുമ്പോഴേക്കും ആ ഡിഷിൽ ചില വ്യത്യസ്തതകളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിഷാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഡിഷ് എന്താണെന്ന് നമുക്ക് ഇപ്പം തന്നെ ഇവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ലെങ്ത് കാണാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കേണ്ടി വരുന്ന കറികളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു കറി തന്നെയാണത്. കാരണം ഇതുണ്ടാക്കാനായിട്ട് അങ്ങനെ വലിയ സ്ട്രെയിൻ ഒന്നും വേണ്ട. അപ്പോൾ മമ്മ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചേരുവകളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇപ്പം തന്നെ കണ്ടുകളയാം. ഇന്ന് നമ്മള് വളരെ എളുപ്പമുള്ളൊരു മോരുകാച്ച തയ്യാറാക്കണം. പല മോരുകാച്ചുകളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കാന്താരിമുളക് ചേർത്ത് ഇഞ്ചി, ഉള്ളി, വേപ്പില, ജീരകം എല്ലാം ചേർത്ത് തേങ്ങ അരച്ചിട്ടുള്ളൊരു മോരുകാച്ച തയ്യാറാക്കാം. അതായത് ഉണക്ക മുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കൂല. പച്ചമുളകും അല്ലാതെ കാന്താരി എടുത്ത് കാണിക്കാം. കാന്താരിമുളക് മാത്രം. നല്ല എരിവുള്ള കാന്താരിമുളക് ആയതുകൊണ്ട് ഞാനൊരു 5-8 എണ്ണം എടുത്തിട്ടുള്ളൂ. മോരിൻ്റെ അനുസരിച്ച് നമുക്ക് എരിവിന് വേണ്ടി ഉപയോഗിക്കാം. കാന്താരിമുളക് 2-3 ദളം വെളുത്തുള്ളി, 1-2 ദളം ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത്, 5-8 കാന്താരിമുളക് പഴുത്തതും പച്ചയുണ്ട് കേട്ടോ. കാന്താരിമുളക്, ഒരു തരി ജീരകം, ഒരു പിഞ്ച് വേപ്പില. ഇത് തേങ്ങയുടെ ഒപ്പം അരയ്ക്കണം. അതിനാദ്യം ഇത് ഞാൻ അരയ്ക്കാനുള്ള കൊച്ചു ബൗളിലേക്ക് ഇട്ടു. പിന്നെ ഞാനൊരു മുറി തേങ്ങ ചിരണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ വേണ്ടി വരില്ല. കൊഴുപ്പിനും പുളിക്കും അനുസരിച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ 1/4 ഭാഗം ഞാൻ ചേർക്കണുള്ളൂ. അതേ വേണ്ടി വരുള്ളൂ. കാരണം മോരിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇപ്പം മോര് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പാകം പുളിപ്പുള്ള മോര, അത് ഇത്രയും മോരാ യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ ഒത്തിരി തേങ്ങയായി കഴിഞ്ഞാൽ ഒട്ടും പുളി ഉണ്ടാവില്ല. നേരിയ പുളി വേണമല്ലോ കറിക്ക്. അതുകൊണ്ട് അപ്പം നമുക്ക് ഇത്രയും തേങ്ങ, ഒരു മുറിയുടെ ഇത്രയും ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും തേങ്ങ ഇട്ട് വെച്ച് പൊടിക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം ഒന്ന് അരച്ചോണ്ട് വരാം. ഒരു സ്വല്പം മഞ്ഞപ്പൊടി അരയ്ക്കാൻ നേരത്ത് ചേർക്കണം. അത് കാണിക്കാം. പൊടിക്ക് മതി കേട്ടോ. അതെ, പൊടിക്ക്. ഇനി നമ്മൾ അരയ്ക്കാനായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്കൊരു പൊടിക്ക് മോരും കൂടെ അരയ്ക്കാനായിട്ട് ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ സ്പൂണിൽ കോരി ഒഴിക്കാം. അങ്ങനെ ഒരു ടെക്നിക്കുണ്ട്. വേറൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് മതിയാവും. ഇനി നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി. നോക്കിക്കേ, കാന്താരിമുളകും വേപ്പില, പിന്നെ ജീരകം, ഉള്ളി, സ്വല്പം മഞ്ഞപ്പൊടി, തേങ്ങ. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കും അതിലേക്ക് കലക്കി ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് അരപ്പ് കലത്തിലേക്ക്, നമ്മൾ കലത്തിലാട്ടോ തയ്യാറാക്കണം. മൺകലത്തിലെ കൊച്ചു കല എടുത്തേക്കണം. അതിലേക്ക് അരപ്പ് ചേർക്കാം. അടിപൊളി. ഇനി നമുക്ക് ഈ അരപ്പിരിക്കുന്നത് കൈകൊണ്ടൊന്ന് ഇതിലേക്ക് ചേർത്തിട്ട് ബാക്കി അരപ്പ് എന്നാ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ മോരൊഴിക്കുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് വെച്ച് അങ്ങ് ഒഴിക്കാം. അപ്പൊ വൃത്തിയായിട്ട് അതിന് പോന്നോളും. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. അരപ്പ് ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് കേട്ടോ, പച്ചപ്പ് മാറാനായിട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കറി. പെട്ടെന്ന് 10 മിനിറ്റ് മതി തയ്യാറാക്കാൻ. മൂടുമൊന്നും വേണ്ട, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് മൂത്ത വേവായിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരപ്പ് ഇതിലിട്ടത്. അപ്പം ദേ മിക്സിയിലേക്ക് കുറച്ച് മോര് കുറച്ച് ഒഴിച്ചാൽ മതി. അതാ അരപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ആദ്യം അത് ഇതിലേക്ക് ഒഴിക്കാം.
ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. മോരും കൂടെ ഒഴിക്കട്ടെ കേട്ടോ. അതെ, കട്ടിക്ക് ആവശ്യത്തിനുള്ള അതെ, അത് തന്നെ. എനിക്ക് എപ്പോഴും മോര് കാച്ചോ മോര് കറിക്കൊക്കെ ഇച്ചിരി കട്ടപ്പുള്ളതാണ് ഇഷ്ടം. ഇങ്ങനെ ലൂസായിട്ട്, അധികം ലൂസ് എനിക്കിഷ്ടമല്ല. ഇനി നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് ചേർക്കണമല്ലേ, ചിലപ്പോൾ തേങ്ങയുടെ ചൂടും മോരും കൂടെ ചേരുമ്പോൾ പിരിയും. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാവുള്ളൂ കേട്ടോ. ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കാണിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. തേങ്ങ ചിരണ്ടി എടുക്കുക, തൈര് ഉടയ്ക്കുക. ഉടനെ തന്നെ ആ തേങ്ങ, ഉള്ളിയും ജീരക സംഗതികൾ, ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ചേർത്ത് അരയ്ക്കുക. അരപ്പ് വേവിക്കുക. ഉപ്പിടാൻ മറന്നുപോയില്ലേ, മോരൊഴിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ, പുളി. അന്നേരം നോക്കിയപ്പോ ദേ ഉപ്പില്ല, അത് മറന്നുപോയില്ലേ. ഇതേ നല്ല ചൂടായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വെച്ച് കടുക് അങ്ങ് വറുത്തേക്കാം. ജസ്റ്റ് ചൂടായിട്ട് എടുത്താൽ മതി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, തിളച്ചു കഴിഞ്ഞാൽ അത് പിരിയും. അപ്പൊ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അത് ഇളക്കിക്കൊണ്ടിരിക്കണം കയ്യിൽ കൊണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് ബർണറിൽ നിന്ന് മാറ്റുക. അത്രേ ഉള്ളൂ പരിപാടി. അതെ, ഇനി ഇരുന്ന് സ്വല്പം കുറുകും കേട്ടോ, തേങ്ങാരപ്പുള്ളത് കൊണ്ട്. ഇനി ഞാൻ മാറ്റുവാട്ടോ. അതെ, വെച്ചു. തവ അടുപ്പത്ത് വെച്ച് കടുക് വറുക്കാനായിട്ട് സ്വല്പം എണ്ണ, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തില്ല, ഓൺ ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് കടുകിടാം. കടുക് ഇട്ടു. ഒരു 2 തരി ഉലുവയും കൂടെ ഈ കൂടെ ഇടാം. കാര്യം നമ്മൾ ഉലുവയുടെ പൊടി ചേർക്കണുണ്ട്, എങ്കിലും കടുക് പൊട്ടിക്കുമ്പോൾ 2 തരി ഉലുവയും കൂടെ ഇടാം. അതാ നല്ലത് കേട്ടോ. സ്വല്പം ഉലുവ, സ്വല്പം. പിന്നെ നമുക്കതിൽ ഞാൻ പറഞ്ഞില്ലേ പൊടി ഇടാനുണ്ട്. ഏതില്? മോര് കാച്ചിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കണം കലത്തിലത് ലാസ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടി വരുമ്പോ ഇത് ഞാൻ ഉള്ളി അരിഞ്ഞില്ല കേട്ടോ. നമ്മള് വേപ്പിലും വറ്റൽമുളകും മാത്രം കേട്ടോ ഇടണുള്ളൂ. കടുക് പൊട്ടിട്ട് അന്നേരം നമുക്ക് ഇട്ട് കൊടുക്കാം. കഷണങ്ങളില്ലാത്ത കാന്താരി മുളക് ചേർത്ത് അരച്ച മോര് കാച്ചി ഇടുവാണേ. ഓഫ് ചെയ്യുവാണേ. ഓഫ് ചെയ്ത് നമുക്ക് കറിയിട്ട് ചേർത്താലോ? ചേർക്കാം. ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടി എടുത്തോണ്ട് വരട്ടെ, ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി. ഇത് ഇളക്കണോ? അപ്പേ വേണ്ട. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേ. വറുത്ത് പൊടിച്ച ഉലുവ നമ്മുടെ സ്വന്തം. സ്വല്പം ഇട്ടാ മതി. സ്വല്പം മതി, കൂടുതൽ വന്നാൽ കയ്പ് വരും. ഇടട്ടെ? നമുക്ക് ഇനി ഇളക്കട്ടെ. ഇളക്കിക്കോ. കടുക് വറുത്തിട്ട് കഴിഞ്ഞപ്പോ ഒരു നല്ല സ്മെല്ല് വന്നിട്ടില്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ വളരെ ടേസ്റ്റിയുമാണ്. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കാന്താരി മുളക് അരച്ചതാകുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ടേസ്റ്റ് കൂടിയാണ് അല്ലെ? കാന്താരി മുളക് ഉള്ളവർക്കെല്ലാം ഇത് ചെയ്യാം. അതെ, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കറി നമുക്ക് സൗകര്യമല്ലേ, ഒഴിച്ചുകറി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് അത് വേറെ ഒഴിച്ചുകറി ഉണ്ടാക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള സമയത്തിൽ വെജിറ്റബിൾ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പം ഇച്ചിരി പാലൊഴിച്ച് മോര് റെഡിയാക്കുക. തേങ്ങയും ഇതൊക്കെ നമുക്കുണ്ടല്ലോ. പിന്നെ കാന്താരിമുളക്, ഇനിയിപ്പോൾ ഇൻ കേസ് കാന്താരിമുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് വീട്ടിലുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടും അരച്ചുണ്ടാക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, പച്ചമുളക് ഇട്ട് അരച്ചാൽ ടേസ്റ്റ് ഉണ്ടെങ്കിലും കാന്താരിമുളകിൻ്റെ അത്രയും പറ്റൂല കേട്ടോ, പറ്റൂല. ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉലുവയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോ ചൂടാണ്, എന്നാലും കയ്യിലൊന്ന് ഒഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാ, നല്ലതാട്ടോ. പുളി ഒട്ടും തന്നെ കൂടുതലും ഇല്ല, ഒട്ടും തന്നെ കുറവുമില്ല. ഉലുവയും ഇതെല്ലാം ചേർന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മുളകിന്റെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒഴിച്ചുണ്ണാൻ വളരെ രുചികരമാണ്. എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കഷ്ണങ്ങളൊന്നും ചേർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ചോറ് സമ്പുഷ്ടിയായിട്ട് ഒഴിച്ചുകൊണ്ടേ ഞാനൊന്ന് ഇളക്കി കാണിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക.
ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ടിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും പേഴ്സണൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ 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 ബൈ. നമ്മുടെ കാന്താരിമുളക് ചേർത്ത് അരച്ച മോര് കാച്ച ചോറിലേക്ക് ഒഴിക്കുവാണ്. ചോറ് ഉണ്ണണ സമയമായി. ഒഴിക്കട്ടെ. അടിപൊളി. നല്ല കളറും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും. അതെ, എനിക്ക് ഒഴിച്ചേറി അധികം ഒഴിക്കുന്ന ഇഷ്ടമല്ല, അതാ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഈ കുശാലായി ലഞ്ച് അല്ലേ? ലഞ്ച് വെജിറ്റേറിയൻ മീലാണെങ്കിലും വലിയ തെറ്റില്ലല്ലോ നമ്മുടെ മീൻ. അടിപൊളിയല്ലേ? എല്ലാം വെജാണ് അല്ലേ? അങ്ങനെ ഒരു കുറവേ ഉള്ളൂ. അത് കുറവൊന്നുമല്ല. ഈ സിറ്റുവേഷനിൽ ഇത് ധാരാളം അല്ലേ?